all. Scientific officer in forensic science ഫിസിക്സിന്റെ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ PG ലെവൽ PSC ആയ സയന്റിഫിക് ഓഫീസറിന്റെ ഫസ്റ്റ് മൊഡ്യൂളായ ക്ലാസിക്കൽ മെക്കാനിക്സ് നമ്മൾ ഏകദേശം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൽ കയോസ് എന്നുള്ളൊരു ടോപ്പിക് ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അതിനെ സംബന്ധിച്ച് നമ്മളൊരു ചെറിയൊരു ടെസ്റ്റ് കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. 10 മൊഡ്യൂൾ ഉണ്ട്. അതിൽ ഫസ്റ്റ് മൊഡ്യൂളായ ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്ത് എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. എല്ലാവരും ചെയ്ത് നോക്കിയോ? ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കിയോ? എങ്ങനെയുണ്ടായിരുന്നു? എളുപ്പം ഉണ്ടായിരുന്നോ? ടഫ് ആയിരുന്നോ? ക്വസ്റ്റ്യൻസ് ഒരു സിമ്പിൾ ടു മീഡിയം ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടത്. ഏകദേശം 20ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിൽ ടൈം ലിമിറ്റ് 20 മിനിറ്റ് വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ PDF രൂപത്തിലാണ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് വേണമെങ്കിൽ സൂക്ഷിക്കാം. ഇതിൽ മെജോറിറ്റി ക്വസ്റ്റ്യൻസും എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ചില ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആണ്, കണ്ടിട്ട് ഇങ്ങനെയൊക്കെ എക്സാമിന് ചോദിക്കുമെന്ന് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും. പക്ഷെ ഇതെല്ലാം മുൻ വർഷങ്ങളിൽ പല എക്സാമുകൾ PG ലെവൽ എക്സാമുകളിൽ തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ അങ്ങനെയുള്ള ഡൗട്ടുകളൊന്നും വേണ്ട. നമ്മൾ ഏത് രീതിയിൽ വന്നാലും അതിനെല്ലാം പ്രിപ്പയർ ആയിട്ടിരിക്കാം. ഓക്കെ, നമ്മളൊരു ടഫ് ലെവൽ, ഒരു ഡിഫിക്കൽട്ട് ലെവൽ എക്സാം ക്വസ്റ്റ്യൻസ് ഇതിൽ കുറവാണ്. മീഡിയം ടു ആവറേജ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, അപ്പോ എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. നമുക്ക് 1 by 1 ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ, constraint of a rigid body is. ക്വസ്റ്റ്യൻ ക്ലിയർ ആയി കാണുന്നുണ്ട് എന്ന് വിചാരിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺസ്ട്രെയിന്റ് ഓഫ് എ റിജിഡ് ബോഡി. നമ്മൾ കൺസ്ട്രെയിൻസ് പഠിച്ചിട്ടുണ്ട് അല്ലെ? നമ്മൾ സെക്കൻഡ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കൺസ്ട്രെയിൻസ്, കൺസ്ട്രെയിൻസിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ കൺസ്ട്രെയിന്റ് ഓഫ് എ റിജിഡ് ബോഡി ഈസ് ഹോളോനോമിക്, നോൺ ഹോളോനോമിക്, സ്ക്ലീറോനോമിക്, റിയോനോമിക്. പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് ഇതിൽ ഏതെങ്കിലും ABCD എന്ന് എഴുതാൻ തോന്നും. പക്ഷെ അങ്ങനെയല്ല. താഴെ ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ എയും ബിയും, ഇല്ലെങ്കിൽ എയും സിയും, അങ്ങനെ ഒന്നിച്ചാണ് നമ്മുടെ ഓപ്ഷൻസ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതില് ക്വസ്റ്റ്യനില് ചെറിയൊരു കറക്ഷൻ ട്ടോ. A and B എന്ന് എഴുതാം നമുക്ക്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ ക്വസ്റ്റ്യനില് നമുക്ക് നോക്കാം. കൺസ്ട്രെയിന്റ് ഓഫ് എ റിജിഡ് ബോഡി. റിജിഡ് ബോഡി നമ്മൾ ഓരോ കൺസ്ട്രെയിൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. 8 ടൈപ്പിലുള്ള കൺസ്ട്രെയിൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു 8 ടൈപ്പിലുള്ള കൺസ്ട്രെയിൻസ്? ഒന്ന് പറയാൻ നോക്കിയേ. 8 ടൈപ്പിലുള്ള കൺസ്ട്രെയിൻസ് ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ ഹോളോനോമിക്, നോൺ ഹോളോനോമിക്. സെക്കൻഡ് വൺ ഏതായിരുന്നു? സ്ക്ലീറോനോമിക് അല്ലെങ്കിൽ റിയോനോമിക്. മൂന്നാമത്തത് കൺസർവേറ്റീവ് കൺസ്ട്രെയിൻസ്, ഡിസിപ്പേറ്റീവ് കൺസ്ട്രെയിൻസ്, അതുപോലെ ബൈലാറ്ററൽ ആൻഡ് യൂണിലാറ്ററൽ. നമ്മൾ ആദ്യത്തെ 4 ടൈപ്പാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. സോ ഹോളോനോമിക്, നോൺ ഹോളോനോമിക്, സ്ക്ലീറോനോമിക്, റിയോനോമിക്. അപ്പൊ കൺസ്ട്രെയിന്റ് ഓഫ് എ റിജിഡ് ബോഡി എന്ന് പറയുന്നത് എന്തിന്റെ കൺസ്ട്രെയിൻ ആണ്? ഒന്നാമത് ഹോളോനോമിക് കൺസ്ട്രെയിൻ ആണ്. അതുപോലെ തന്നെ സ്ക്ലീറോനോമിക് കൺസ്ട്രെയിൻ ആണ്. ബോത്ത് A ആൻഡ് C ആണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, റിജിഡ് ബോഡിയുടെ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് ബോത്ത് A ആൻഡ് C ആണ്. നമ്മളുടെ ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ D ഇസ് ദ കറക്റ്റ് ആൻസർ. ഹോളോനോമിക് ആണ്, അതുപോലെ തന്നെ സ്ക്ലീറോനോമിക് ആണ്. ഇതുപോലെ തന്നെ മുൻ വർഷങ്ങളിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എനിക്ക് തോന്നുന്നു HSST, ലാസ്റ്റ് HSSTയിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കൺസ്ട്രെയിന്റ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ്. സിമ്പിൾ പെൻഡുലത്തിന്റെ കൺസ്ട്രെയിൻ എന്തായിരുന്നു എന്നാണ്. ഇതേപോലെ തന്നെയാണ് ഹോളോനോമിക്കും സ്ക്ലീറോനോമിക്കും തന്നെയാണ്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നോട്ട് ചെയ്ത് പോവുക. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് അതിനടുത്ത് തന്നെ പോസിബിൾ ആയിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻസും നോട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഹോളോനോമിക്കും സ്ക്ലീറോനോമിക്കും തന്നെയാണ് അതിന്റെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ D ആണ് കേട്ടോ. ഓപ്ഷൻ D. അടുത്തത്
Determine the number of degree of freedom of 5 particles moving freely in a plane. ഒരു പ്ലെയിനിലൂടെ 5 പാർട്ടിക്കിൾസ് മൂവ് ചെയ്യാണ്. അവർ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ dn minus c. dn minus c. d എന്ന് പറയുന്നത് നമ്മളുടെ ഡയമെൻഷൻ ആണ്. ഇവിടെ നമ്മളുടെ ഡയമെൻഷൻ എന്താ? ഡയമെൻഷൻ എന്തായിരുന്നു? 2 ആണ്. പ്ലെയിൻ ആയതുകൊണ്ട് 2 ആണ്. F is equal to d into n minus c ആണ്. ഓക്കെ, നമ്മൾ 2 ഡയമെൻഷൻ സ്പേസ് ആണ്. അപ്പൊ 2 എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്? 5 പാർട്ടിക്കിൾസ് ഉണ്ട്. എത്ര കൺസ്ട്രെയിൻ ഉണ്ട്? 5 കൺസ്ട്രെയിൻ ഉണ്ടോ? ശ്രദ്ധിക്കുക, 5 പാർട്ടിക്കിൾസ് മൂവിങ് ഫ്രീലി ഇൻ എ സ്പേസ്. ഒരു സ്പേസിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യണം. അപ്പൊ അവർക്ക് എന്തില്ല? കൺസ്ട്രെയിൻ ഇല്ല. സോ ദ കൺസ്ട്രെയിൻ ഈസ് 0. വരും 10 വരും. ഓക്കെ, 10 ആൻസർ കിട്ടിയിരുന്നോ? ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A particle is constrained to move along the inner surface of a fixed hemispherical ball. The number of degrees of freedom of the particle is. Third question ആണ്. നമുക്ക് തന്നിട്ടുള്ളത് ഒരു ഹെമിസ്ഫെറിക്കൽ ബോൾ ആണ്. ഓക്കെ, ഒരു ഹെമിസ്ഫെറിക്കൽ ബോളിനകത്തൂടെ ഒരു പാർട്ടിക്കിള് മൂവ് ചെയ്യണം. ഓക്കെ, അതിന്റെ സർഫസിലൂടെയാണ്, ഇന്നർ സർഫസിലൂടെയാണ് ആ പാർട്ടിക്കിള് മൂവ് ചെയ്യണത്. അതിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്തായിരിക്കും? എത്ര ആൻസർ കിട്ടിയ പറഞ്ഞേ? കാരണം ഇതേപോലെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ടു ആണ് ആൻസർ. ഓക്കെ, 2 എങ്ങനെയാന്ന് നോക്കാം. F is equal to d into n minus c ആണ്. d എന്ന് പറയുന്നത് നമ്മൾ ഡയമെൻഷൻ, d into n minus c. ഡയമെൻഷൻ 3 ഡയമെൻഷൻ സ്പേസ് ആണ്. ഹെമിസ്ഫെറിക്കൽ ബൗൾ ആയതുകൊണ്ട് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് 1 ആണ്. നമുക്ക് ഇവിടെയുള്ള കൺസ്ട്രെയിൻ 1 ആണ്. അതിനകത്തുള്ള റേഡിയസിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മളുടെ പാർട്ടിക്കിളിനെ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ 3 minus 1, 2 is the answer. Okay. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The Lagrange's equation of motion for a charged particle in an electromagnetic field is. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ Lagrange's equation of motion കുറെ ഇക്വേഷൻസ് ഞാൻ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് എഴുതി തന്നിരുന്നു. അതിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം. ഏതാ ആൻസർ? ഏതാണ്? ബി ആണ് ആൻസർ. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരിക്കലും ഡയറക്റ്റ് ഓപ്ഷനിലേക്ക് നോക്കരുത്. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഡയറക്റ്റ് ഓപ്ഷനിലേക്ക് നോക്കരുത്. നിങ്ങൾക്ക് അറിയുന്ന ഇക്വേഷൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഏതെങ്കിലും ഭാഗത്ത് എഴുതി വെക്കാം. എന്നിട്ട് നിങ്ങൾ ഓപ്ഷനുമായിട്ട് കമ്പയർ ചെയ്യാം. അല്ലാതെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആയി പോകും. ഇവിടെ എല്ലാ ടേംസും സെയിം ആണ്, പ്ലസും മൈനസും മാത്രമേ ചേഞ്ച് ഉള്ളൂ. ഓക്കെ, സോ നമ്മളുടെ Lagrange's equation of motion for a charged particle in an electromagnetic field is L is equal to T minus Q5 plus Q into V dot A. ഇതിൽ T എന്ന് പറയുന്നത് നമ്മുടെ കൈനറ്റിക് എനർജി ആണ്. ഹാഫ് mv² ആണ് നമ്മുടെ കൈനറ്റിക് എനർജി. ഓക്കെ, അതിനെ ഹാഫ് mv² ആയിട്ട് തരാം, അല്ലെങ്കിൽ T എന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് തരാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതുപോലെ Lagrange's equation motion for a compound pendulum അങ്ങനെ ചോദിക്കാം, സിമ്പിൾ പെൻഡുലം ചോദിക്കാം, അങ്ങനെ ഏത് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. ഇത് മുന്നൊരു വർഷം ഇലക്ട്രോണിന്റെ കേസിൽ വെച്ചിട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പ്രീവിയസ് ഇയറിൽ ഇലക്ട്രോൺ വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻ ഞാൻ ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഇലക്ട്രോൺ ആണെങ്കിൽ എങ്ങനെയായിരിക്കും ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ ലഗ്രാഞ്ചൻ വരികയാണ്.
എങ്ങനെയാന്ന് ഓർമ്മയുണ്ടോ? ഇലക്ട്രോൺ ആണ്. Q minus E. ക്യൂവിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യണം? -C ഇട്ട് കൊടുക്കണം. ഓക്കെ, ക്യൂവിന്റെ സ്ഥാനത്ത് നമ്മൾ -C ഇട്ട് കൊടുക്കുക. സോ നമ്മുടെ ലഗ്രാഞ്ചിന് എന്ത് വരും? L is equal to 2t. ക്യൂവിന്റെ സ്ഥാനത്ത് -C ഇടുന്ന സമയത്ത് മൈനസും മൈനസും പ്ലസ് ആവും. പ്ലസ് Q5 മൈനസ് E. ക്യൂവിന്റെ സ്ഥാനത്ത് -C ഇട്ടു. E ഇൻറ്റു B ഡോട്ട് എ. ഇങ്ങനെയാണ് ഇലക്ട്രോൺ ആണെങ്കിൽ. ഒരു സെക്കൻഡ്, ഇവിടെ ക്യൂ അല്ല, ഇ ആണ് കേട്ടോ. ഓക്കെ, ടി പ്ലസ് E5 മൈനസ് ഇ ഇൻറ്റു ബി ഡോട്ട് എ. ഈ ചാർജ് പാർട്ടിക്കിൾ ഇലക്ട്രോൺ ആണ് എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ലഗ്രാഞ്ചൻ എഴുതേണ്ടത്. L is equal to T plus E5 minus E into B dot A. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Find the generalized momenta of the given Lagrangian. നമുക്കൊരു ലഗ്രാഞ്ചിയൻ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു ലഗ്രാഞ്ചിയൻ തന്നിട്ടുണ്ട്. ഈ ലഗ്രാഞ്ചിയന്റെ ജനറലൈസ്ഡ് മൊമെന്റം നമുക്ക് കണ്ടുപിടിക്കണം. തന്നിരിക്കുന്ന ലഗ്രാഞ്ചിയൻ L is equal to half m r dot square plus r square theta dot square minus v എന്നുള്ളതാണ് നമ്മുടെ ഗിവൺ ലഗ്രാഞ്ചിയൻ എന്നുള്ളത്. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ ജനറലൈസ്ഡ് മൊമെന്റം കണ്ടുപിടിക്കണം. എന്താ ആൻസർ? B. Option B. ഓപ്ഷൻ ബി. യെസ്, ബി ആണ് ആൻസർ. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ വന്നു എന്ന് നോക്കാം. നമുക്ക് ഒരു ലഗ്രാഞ്ചിയൻ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ജനറലൈസ്ഡ് മൊമെന്റം കണ്ടുപിടിക്കാൻ അതിൽ ഏതൊക്കെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ഉണ്ട് എന്ന് ആദ്യം അറിയണം. ഓക്കെ, ഇതിലെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ഏതൊക്കെയാ? ആറും തീറ്റയും. ആർ ആൻഡ് തീറ്റയാണ് നമുക്ക് ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജനറലൈസ്ഡ് മൊമെന്റം ആണ് പി ആർ ആൻഡ് പി തീറ്റ. ഓക്കെ, പി ആറും പി തീറ്റയും ജനറലൈസ്ഡ് മൊമെന്റ് ആണ്. സോ പി ആറും പി തീറ്റയും കണ്ടുപിടിക്കാനുള്ള വഴി എന്താ? പി ആർ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താ? ഡോ എൽ ബൈ ഡോ ആർ. ഡോ എൽ ബൈ ഡോ ആർ ഡോട്ട് ആണ് പി ആർ. ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട് ആണ് പി തീറ്റ. ഓക്കെ, ഡോ എൽ ബൈ ഡോ ആർ ഡോട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എം ആർ ഡോട്ട് കിട്ടും. നമുക്ക് സെക്കൻഡ് ടേമും ബിയും ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം നമുക്ക് ഫസ്റ്റ് ടേം മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. നമുക്ക് എം ആർ ഡോട്ട് കിട്ടും. അതുപോലെ ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എം ആർ സ്ക്വയർ തീറ്റ ഡോട്ട് കിട്ടും. എം ആർ സ്ക്വയർ തീറ്റ ഡോട്ട് ആണ് പി തീറ്റയുടെ വാല്യൂ കിട്ടുക. സോ ഇത് ചെയ്ത ശേഷം എന്ത് ചെയ്യുക? നമ്മൾ ഓപ്ഷനിലേക്ക് ഏതാണെന്ന് കണ്ടുപിടിക്കുക കേട്ടോ. അത് കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കുക. അപ്പൊ നമുക്കൊരു ലഗ്രാഞ്ചിയൻ തന്നിട്ടുണ്ട്. ആ ലഗ്രാഞ്ചിയനിൽ നിന്ന് ജനറലൈസ്ഡ് മൊമെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ആദ്യം കണ്ടുപിടിക്കുക. അതിനുശേഷം അതിന്റെ ജനറലൈസ്ഡ് മൊമെന്റ് കറസ്പോണ്ടിങ് കോർഡിനേറ്റ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നമ്മളുടെ ഓപ്ഷൻ ബി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. പി ആർ ഈസ് ഈക്വൽ ടു എം ആർ ഡോട്ട് പി തീറ്റ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ തീറ്റ ഡോട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The Hamiltonian function h is given by. എന്താ ആൻസർ? ബി. ബി ആണ് ആൻസർ. ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിന്റെ കംപ്ലീറ്റ് എനർജി ആണ്. സോ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണ് നമ്മളുടെ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത്. എച്ച് ഈസ് ഈക്വൽ ടു ടി പ്ലസ് വി. ഇത് മുൻ വർഷങ്ങളിൽ ചോദിച്ച ഒരു ചോദ്യമാണ് കേട്ടോ. HSSTക്ക് തന്നെ ചോദിച്ച ഒരു ചോദ്യമാണ്. കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ലഗ്രാഞ്ചിന്റെ ഇക്വേഷൻ എന്താ? L is equal to ടി മൈനസ് വി. ടി മൈനസ് വി ആണ്. ഓക്കെ, അതും കൂടി ഇതിനോടൊപ്പം നോട്ട് ചെയ്ത് പോവുക കേട്ടോ. L equal to ടി മൈനസ് വി ആണ് നമ്മുടെ ലഗ്രാഞ്ചിന്റെ ഇക്വേഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ.
Seventh question. Lagrange's equation is a dash order differential equation. Lagrange's equation ഏത് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ചോദിക്കണം. ഏത് ഓർഡറാ? Second order. സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ലഗ്രാഞ്ചിയൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ലഗ്രാഞ്ചസ് ഇക്വേഷൻ എന്തായിരുന്നു? ഡി ബൈ ഡി ടി ഓഫ് Dou L by dou Q dot minus dou L by dou Q is equal to 0. yes, dou L by dou Q dot minus dou L divided by dou Q is equal to 0. ഇതാണ് നമ്മുടെ ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഓഫ് മോഷൻ. ഇവിടെ രണ്ട് ഡെറിവേറ്റീവ് എടുക്കുന്നുണ്ട്, അതുകൊണ്ട് അത് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഓക്കെ, സോ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹാമിൽട്ടോണിയൻ കാനോണിക്കൽ ഇക്വേഷൻ ഓഫ് മോഷൻ ആർ. നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷൻ പഠിച്ചിട്ടുണ്ട്. അതില് ഹാമിൽട്ടോണിയൻ കാനോണിക്കൽ ഇക്വേഷൻ ഓഫ് മോഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനത്തെ പ്രോബ്ലം വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുക, എന്നിട്ട് ഹാമിൽട്ടോണിയൻ ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതുക, എന്നിട്ട് അത് ഏതാണ് ഓപ്ഷനിൽ എന്നുള്ളത് മാച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പമുള്ള മാർഗം കേട്ടോ. ഇതിൽ ഏതാ ഹാമിൽട്ടോണിയൻ ഇക്വേഷൻ ഓഫ് മോഷൻ? B. ഡി ആണ് ഹാമിൽട്ടോണിയൻ ഇക്വേഷൻ ഓഫ് മോഷൻ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Q dot is equal to dou H by dou P and P dot is equal to minus dou H divided by dou Q. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എളുപ്പമാണ്, നമ്മൾ തെറ്റിക്കരുത് കേട്ടോ. നമ്മൾ ഓപ്ഷൻസ് കണ്ട് കൺഫ്യൂഷൻ ആവരുത്, അതിനാണ് ആദ്യമേ ആൻസർ എഴുതിയിട്ട് പിന്നീട് ഓപ്ഷനിലേക്ക് മാച്ച് ചെയ്ത് നോക്കാൻ പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, the Lagrangian of a system is given by L equal to half Q dot square plus Q into Q dot minus half Q square. ഇത് ഏത് സിസ്റ്റത്തിന്റെ ലഗ്രാഞ്ചിയൻ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് സിസ്റ്റത്തിന്റെയാണ്? ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല, ഒരു പ്രോബ്ലത്തിൽ കണ്ടപ്പോ എടുത്തിട്ടതാണ്. ഇത് ഹാർമോണിക് ഓസിലേറ്ററിന്റെ ലഗ്രാഞ്ചിയൻ ആണ് കേട്ടോ. ഹാർമോണിക് ഓസിലേറ്ററിന്റെ ലഗ്രാഞ്ചിയൻ ആണ് L equal to half Q dot square plus Q into Q dot minus half Q square. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ 9ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ് കേട്ടോ. അടുത്തത് 10th ക്വസ്റ്റ്യൻ, the Lagrangian of a simple pendulum is. Okay, Lagrangian of a simple pendulum is L equal to half ml square theta dot square minus mgl cos theta. The Hamiltonian of the simple pendulum is H is equal to p theta square divided by 2 ml square plus mgl cos theta. നമുക്ക് ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ലഗ്രാഞ്ചിയനും തന്നിട്ടുണ്ട്, ഹാമിൽട്ടോണിയനും തന്നിട്ടുണ്ട്. ഇത് ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദ്യം. ഏതാണ് ഓപ്ഷൻ? ഏതാണ് ഓപ്ഷൻ? B. ബി ആണോ? വേറെ ഏതെങ്കിലും ആൻസർ കിട്ടിയവരുണ്ടോ? ഒന്നുകൂടെ നോക്കിയേ, സിമ്പിൾ പെൻഡുലത്തിന്റെ ലഗ്രാഞ്ചിയൻ. കിട്ടിയോ? ലഗ്രാഞ്ചിയൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം. നോട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മറിച്ച് നോക്കുക. സിമ്പിൾ പെൻഡുലത്തിന്റെ ലഗ്രാഞ്ചിയൻ എന്ന് പറയുന്നത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ട രണ്ട് ഇക്വേഷനും ശരിയാണെന്നേ തോന്നുള്ളൂ, പക്ഷെ രണ്ട് ഇക്വേഷനും തെറ്റാണ്. ഓക്കെ, ലഗ്രാഞ്ചിയൻ ഈസ് ഈക്വൽ ടു ഹാഫ് ml സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ പ്ലസ് mgl കോസ് തീറ്റയാണ് ആൻസർ. ഓക്കെ, പ്ലസ് mgl കോസ് തീറ്റയാണ്. അതുപോലെ ഹാമിൽട്ടോണിയൻ H is equal to p theta square divided by 2 ml square
മൈനസ് എം ജി എൽ കോസ് തീറ്റ. ഇവിടെ ഒരു പ്ലസിന്റെയും മൈനസിന്റെയും മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കി ടേംസ് എല്ലാം കറക്റ്റ് ആണ്. ഓക്കെ, ലഗ്രാഞ്ചിയൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത് L is equal to half ml square തീറ്റ ഡോട്ട് സ്ക്വയർ പ്ലസ് എം ജി എൽ കോസ് തീറ്റ ആണ്. അതുപോലെ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് പി തീറ്റ സ്ക്വയർ ഡിവൈഡ് ബൈ 2ml സ്ക്വയർ മൈനസ് എം ജി എൽ കോസ് തീറ്റ ആണ്. നമുക്കിവിടെ പ്ലസും മൈനസും മാറ്റി തന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോ ഈ ലഗ്രാഞ്ചിനും തെറ്റാണ്, ഈ ഹാമിൽട്ടോണിയനും തെറ്റാണ്. നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് എ ഫോൾസ് ബി ഫോൾസ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ മിസ്സായ ഫസ്റ്റത്തെ ഇങ്ങനെ തന്നത് എഴുതി തന്നിട്ടുണ്ടല്ലോ, ഹാഫ് ml സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ മൈനസ് mgl കോസ് തീറ്റ സിമ്പിൾ പെൻഡുലത്തിന്. അത് അത് ഈ ഇക്വേഷൻ അല്ല, ഒറിജിൻ അത് ഈ ഇക്വേഷൻ അല്ല, ഞാൻ പറഞ്ഞുതരാം. ഹാഫ് ml സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ പ്ലസ് അല്ല മൈനസ് വന്ന ഇക്വേഷൻ അല്ലേ, മൈനസ് എം ജി എൽ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ബോബിന്റെ പൊസിഷൻ ഒറിജിൻ ആയിട്ട് വരുന്ന സമയത്തുള്ള നമ്മുടെ ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഓഫ് മോഷൻ. ഇനി പോയിന്റ് ഓഫ് സസ്പെൻഷൻ ആണെങ്കിലാണ് നമ്മുടെ ലഗ്രാഞ്ചിൻ എങ്ങനെ മാറുക? ഹാഫ് എം എൽ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ മൈനസ് പ്ലസ് എം ജി എൽ കോസ് തീറ്റ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളുടെ ഇക്വേഷൻ മാറുക. മാറിപ്പോരുത്. ചില ബുക്സിൽ നമ്മൾ എം ജി എൽ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ വെച്ചിട്ടുള്ള ഇക്വേഷൻ ആയിരിക്കും കാണുക, ചിലതിൽ പ്ലസ് എം ജി എൽ കോസ് തീറ്റ വെച്ചിട്ടുള്ള ഇക്വേഷൻ ആയിരിക്കും കാണുക. അപ്പൊ നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ വരുമ്പോൾ കൺഫ്യൂഷൻ ആവാതിരിക്കാനാണ് എന്ത് ചെയ്യുന്നത്, രണ്ട് ലഗ്രാഞ്ചിനും പറഞ്ഞു തന്നത്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാല്, ഈ രണ്ട് ലഗ്രാഞ്ചിൻ വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷൻ കണ്ടുപിടിക്കില്ലേ, ഡി ബൈ ഡി ടി ഓഫ്, അങ്ങനെ നമ്മൾ ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഓഫ് മോഷൻ കണ്ടുപിടിക്കുമ്പോഴും ഒരിക്കലും ഇക്വേഷന് ചേഞ്ച് ഉണ്ടാവില്ല. ഓക്കെ, സോ നമുക്ക് ലഗ്രാഞ്ച് തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഒരു ലഗ്രാഞ്ചിനെ പഠിച്ചിട്ടുള്ളൂ, നിങ്ങൾക്ക് ഓപ്ഷനിൽ ഡയറക്റ്റ് വേറെ ലഗ്രാഞ്ചിനെ തന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഏതാ കറക്റ്റ് എന്ന് അറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനാണ് ഈ രണ്ട് ഓപ്ഷൻ പറഞ്ഞു തന്നത് കേട്ടോ. പ്ലസും മൈനസും മാറിപ്പോയത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, one of the Hamiltonian equation of motion of a compound pendulum. കോമ്പൗണ്ട് പെൻഡുലത്തിന്റെ ഹാമിൽട്ടോണിയൻ ഇക്വേഷൻ ഓഫ് മോഷൻ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതാ ആൻസർ? ചെയ്ത് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയാ? ഇത് നമ്മളെ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ്. ഹാമിൽട്ടോണിയൻ ഇക്വേഷൻ മോഷൻ ഓഫ് എ കോമ്പൗണ്ട് പെൻഡുലം. നമുക്ക് ഹാമിൽട്ടോണിയൻ എല്ലാറ്റിനെയും ലഗ്രാഞ്ചിനും ഹാമിൽട്ടോണിയനും പഠിക്കാൻ നമുക്ക് പ്രയാസമായിരിക്കും. അത് കാരണം നമുക്ക് ലഗ്രാഞ്ചിൻ പഠിക്കാം, അതിൽ നിന്ന് എന്ത് ചെയ്യാം, ഹാമിൽട്ടോണിയൻ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാം. അപ്പോ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും ഈ പ്രോബ്ലം ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ല എന്നാണ് തോന്നുന്നത് അല്ലെ? ചെയ്തില്ല. ഓക്കെ, നമുക്കത് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് നമുക്ക് കോമ്പൗണ്ട് പെൻഡുലത്തിന് ലഗ്രാഞ്ചിൻ കാണാതെ അറിഞ്ഞിരിക്കണം. സോ ലഗ്രാഞ്ചിൻ ഓഫ് കോമ്പൗണ്ട് പെൻഡുലം L is equal to half I theta dot square theta dot square plus mga cos theta. ഓക്കെ, ഈ ലഗ്രാഞ്ചിൻ നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം, എന്നാലും നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ലഗ്രാഞ്ചിൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ഹാമിൽട്ടോണിയൻ ജനറേറ്റ് ചെയ്യാൻ അറിയാം. എങ്ങനെ നമ്മൾ ഹാമിൽട്ടോണിയൻ എഴുതുക? H is equal to, എങ്ങനെ എഴുതുക? ആദ്യം നമ്മൾ കൈനറ്റിക് എനർജി ടേമിൽ ഹാഫ് ടേം ഉണ്ടോ നോക്കി, യെസ് ഹാഫ് ടേം ഉണ്ടോ നോക്കി. അതിനുശേഷം നമ്മൾ ജനറലൈസ്ഡ് വെലോസിറ്റീസിനെ എല്ലാം ജനറലൈസ്ഡ് മൊമെന്റം ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്.
ഇവിടെ തീറ്റ ഡോട്ട് ആണ്. സോ പി തീറ്റ സ്ക്വയർ ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റിനെ എല്ലാം നമ്മൾ ഡിനോമിനേറ്ററിലേക്ക് മാറ്റി. ഓക്കെ, സോ 2i. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ടേം എന്തായി? പി തീറ്റ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2i എന്ന് കിട്ടി. എന്നിട്ട് പൊട്ടൻഷ്യൽ എനർജി ടേം എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സൈൻ മാറ്റിയിടാം. സൈൻ മാറ്റിയിട്ട് നമുക്ക് മൈനസ് എം ജി എ കോസ് തീറ്റ എന്ന് എഴുതാം. ഓക്കെ, നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് പി തീറ്റ ഡോട്ടിന്റെ ഇക്വേഷൻസ് ആണ്. ഓക്കെ, നമുക്ക് പി തീറ്റ ഡോട്ടിന്റെ ഇക്വേഷൻ കിട്ടും. നമുക്ക് തീറ്റ ഡോട്ടിനും ഇക്വേഷൻ ഉണ്ടാക്കാം, പി തീറ്റ ഡോട്ടിനും ഇക്വേഷൻ ഉണ്ടാക്കാം. പി തീറ്റ ഡോട്ടിന് ഇക്വേഷൻ ഉണ്ടാക്കുമ്പോൾ പി തീറ്റ ഡോട്ട് ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ വരിക? നമ്മുടെ ഹാമിൽട്ടോണിയനെ നമ്മൾ എന്ത് ചെയ്യണം? തീറ്റ ഡോട്ട് തീറ്റ വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡോ എച്ച് ബൈ ഡോ തീറ്റയാണ് എന്തെന്ന് പറയുന്നത്? പി തീറ്റ എന്ന് പറയുന്നത്, പി തീറ്റ ഡോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹാമിൽട്ടോണിയൻ ഇക്വേഷൻ ഓഫ് മോഷൻ പി തീറ്റ ഡോട്ട് ഈസ് ഈക്വൽ ടു മൈനസ് ഡോ എച്ച് ഡിവൈഡഡ് ബൈ ഡോ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഹാമിൽട്ടോണിയനെ തീറ്റ വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എക്സ്ട്രാ ഒരു മൈനസ് ഉണ്ട്. സോ മൈനസ് ഓഫ് മൈനസ് എം ജി എ കോൺസ്റ്റന്റ് ആണ്, പുറത്തേക്ക് എടുക്കുക. കോസ് തീറ്റനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സൈൻ തീറ്റ, നമുക്ക് ആൻസർ കിട്ടുക എം ജി എ സൈൻ തീറ്റ. ഓക്കെ, എം ജി എ സൈൻ തീറ്റയാണ് നമ്മളുടെ ആൻസർ വരിക. ഓക്കെ, ഓപ്ഷൻ ഏതായിരിക്കും? സി. ഓപ്ഷൻ സി. നമ്മൾ നേരത്തെ ഹാമിൽട്ടോണിയൻ ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ ഡയറക്റ്റ് ഓപ്ഷൻ തന്നിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യൂ ഡോട്ട് ഈസ് ഈക്വൽ ടു ഡോ എച്ച് ഡിവൈഡഡ് ബൈ ഡോ പി. അതെ, ഡോ എച്ച് ഡിവൈഡ് ബൈ ഡോ പി. അതുപോലെ തന്നെ പി ഐ ഡോട്ട് ഈസ് ഈക്വൽ ഡോ എച്ച് ഡിവൈഡ് ബൈ ഡോ ക്യു ഐ. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനിലാണ്, ഈ കണ്ടീഷനിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇക്വേഷൻ ഓഫ് മോഷൻ യൂസ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കേണ്ടത്. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് ലഗ്രാഞ്ചിനെ അറിഞ്ഞിരിക്കണം. രണ്ടാമത് ലഗ്രാഞ്ചിൽ നിന്ന് എങ്ങനെ ഹാമിൽട്ടോണിയൻ കണ്ടുപിടിക്കണം എന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഹാമിൽട്ടോണിയനിൽ നിന്ന് ഹാമിൽട്ടോണിയൻ ഇക്വേഷൻ ഓഫ് മോഷൻ തന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കണം. ഇതിൽ നിന്ന് നമുക്ക് തീറ്റ ഡോട്ടിന്റെയും ചോദിക്കാം, പി തീറ്റ ഡോട്ടിന്റെയും ചോദിക്കാം, ഇല്ലെങ്കിൽ രണ്ടും ഒരുമിച്ചും ചോദിക്കാം. ഓക്കെ, എങ്ങനെ കിട്ടിയത് മനസ്സിലായല്ലേ? ആ മൈനസ് മറ്റേ മൈനസ് ഡോ എച്ച് ബൈ ഡോ തീറ്റയുടെ മൈനസും പിന്നെ ഈ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന എച്ചിന്റെ മൈനസും അല്ലേ അത്? കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ തീറ്റ അതിന്റെ അല്ലേ? അതെ അതെ, മൈനസ് സൈൻ തീറ്റ അതിന്റെ ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, ഇനി അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് സ്യൂട്ടബിൾ ജനറലൈസ്ഡ് കോർഡിനേറ്റ് ഫോർ എ സിമ്പിൾ പെൻഡുലം. ഒരു സിമ്പിൾ പെൻഡുലം ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ജനറലൈസ്ഡ് കോർഡിനേറ്റ് ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? തീറ്റ. തീറ്റയാണ് കറക്റ്റ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. തീറ്റ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാം? ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്, അതിന്റെ എല്ലാ പ്രോപ്പർട്ടീസും അല്ലെങ്കിൽ അതിന്റെ പൊസിഷൻ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റുക നമുക്ക് തീറ്റ വെച്ചിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, the given equation is related to which kind of force? ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ ഏത് ടൈപ്പ് ഫോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെന്നാണ് ചോദ്യം. ഏത് ടൈപ്പ് ഫോഴ്സുമായിട്ടാ? കോറിയോളിസ് ഫോഴ്സ്. ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ്. കോറിയോളിസ് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? മൈനസ് എം ഒമേഗ ആർ. മറന്നുപോയാ?
കോറിയോളിസിസ് ഫോഴ്സിന്റെ ഇക്വേഷൻ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആൻസർ ഉണ്ടോ? മൈനസ് എം ഒമേഗ ക്രോസ് ആർ എന്ന് പറയുന്നത് ഏത് ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ്? ഏത് ടൈപ്പ് ഓഫ് ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് മൈനസ് എം ഒമേഗ ക്രോസ് ആർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ്. കോറിയോളിസിസ് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? എഫ് കോറിയോളിസിസ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മൈനസ് 2m ഒമേഗ ക്രോസ് വി. ഓക്കെ, ഇതാണ് കോറിയോളിസിസ് ഫോഴ്സിന്റെ ഇക്വേഷൻ മൈനസ് 2m ഒമേഗ ക്രോസ് വി. ഒരു സെൻട്രിപീറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? സെന്ററിലേക്ക് വിളിക്കുന്ന ഒരു ഫോഴ്സിന്റെ സെന്റർ എന്താണ്? യെസ്, mv²r ആണ് നമ്മളുടെ സെൻട്രിപീറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ലീനിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ F is equal to ma. Yes, ma ആണ് നമ്മള് നോർമൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഏത് ടൈപ്പ് ഫോഴ്സ് ആണ്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ ആണ് മൈനസ് എം ഒമേഗ ക്രോസ് ആർ എന്ന് പറയുന്നത്. അപ്പൊ ഒപ്പം തന്നെ കോറിയോളിസിസ് ഫോഴ്സിന്റെ ഒന്ന് നോക്കി പോവാ കേട്ടോ. എഫ് കോറിയോളിസിസ് ഈസ് ഈക്വൽ ടു മൈനസ് 2m ഒമേഗ ക്രോസ് വി ആണ് നമ്മൾ കോറിയോളിസിസ് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സെൻട്രിപീറ്റൽ ഫോഴ്സിന്റെ mv²r ആണ്. ഒരു ലീനിയർ ഫോഴ്സിന് F is equal to ma. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The singular point in a damped oscillatory motion is called. ഒരു ഡാംപ്ഡ് ഓസിലേറ്ററി മോഷൻ ഉണ്ട്, അതിന്റെ സിംഗുലർ പോയിന്റിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? എന്താണ്? നമ്മളൊരു ടാബുലർ കോളം ഒക്കെ ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ഓസിലേറ്ററി മോഷൻ, പീരിയോഡിക് മോഷൻ, ഡാംപ്ഡ് ഓസിലേറ്ററി മോഷൻ, നോൺ ഓസിലേറ്ററി മോഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല ടൈപ്പ് മോഷൻ. ഓപ്ഷൻ ഡി ആണോ? സാഡിൽ പോയിന്റ് ആണെന്നാണോ പറയണത്? ആ ടേബിൾ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചേ. ഡാംപ്ഡ് ഓസിലേറ്ററി മോഷന്റെ സിംഗുലർ പോയിന്റിന് നമ്മൾ വിളിക്കുന്ന പേര് കിട്ടോ? ഓപ്ഷൻ സി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ഫോക്കൽ പോയിന്റ് ആണ്. ഓക്കെ, സിംഗുലർ പോയിന്റിന്റെ ഡാംപ്ഡ് ഓസിലേറ്ററി മോഷൻ ആണ് ഫോക്കൽ പോയിന്റ് എന്ന് പറയാം. ഡാംപ്ഡ് ഓസിലേറ്ററി മോഷന്റെ സിംഗുലർ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഫേസ് സ്പേസിൽ ഈ പല മോഷൻസിനും പല ട്രാജക്ടറീസ് ആയിരിക്കും. ഓക്കെ, ഫേസ് സ്പേസ് എന്ന് പറയുന്നത് ഈ ഫേസ് ട്രാജക്ടറി ഒക്കെ നിൽക്കുന്ന ഒരു സ്പേസ് ആണ്. ഓക്കെ, ആ സ്പേസിൽ പല ട്രാജക്ടറീസിനും പല ഷേപ്പ് ആയിരിക്കും. അപ്പൊ ഡാംപ്ഡ് ഓസിലേറ്ററി മോഷന് ഒരു പ്രത്യേക ഷേപ്പ് ഉണ്ട്, അതിന് യുണീക്ക് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. അതാണ് എന്ത്? സിംഗുലർ പോയിന്റ് എന്ന് പറയുന്നത്. ഈ യുണീക്ക് ആയിട്ടുള്ള പോയിന്റിന് ഉള്ള സ്വഭാവം വേറെ ഏത് പോയിന്റിനും ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയാ? സിംഗുലർ പോയിന്റ് എന്ന് പറയാ. അപ്പൊ ശ്രദ്ധിക്കുക, ഡാംപ്ഡ് ഓസിലേറ്ററി മോഷന്റെ സിംഗുലർ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഫോക്കൽ പോയിന്റ് എന്നുള്ളത് കേട്ടോ. ഓക്കെ, വോർട്ടെക്സ് പോയിന്റ് ആർക്കുള്ളതാ? വോർട്ടെക്സ് പോയിന്റ് ഓപ്ഷൻ എ. വോർട്ടെക്സ് പോയിന്റ് വരുന്നത് ഓസിലേറ്ററി മോഷൻ ആണ്. ആർക്കാണ്? ഓസിലേറ്ററി മോഷനുള്ള പോയിന്റ് ആണ്. സിംഗുലർ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് വോർട്ടെക്സ് പോയിന്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി സാഡിൽ പോയിന്റ് ആർക്കുള്ള ഏത് ടൈപ്പ് മോഷനുള്ളതെന്നറിയോ? സാഡിൽ പോയിന്റ്
സാഡിൽ പോയിന്റ് എപ്പിരിയോഡിക്. എപ്പിരിയോഡിക് മോഷനുള്ള പോയിന്റ് ആണ് സാഡിൽ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോക്കൽ പോയിന്റ് നമ്മൾ പറഞ്ഞു ഡാംപ്ഡ് ഓസിലേറ്ററി മോഷനുള്ളതാണ്. ഇനി അടുത്തത് നോഡൽ പോയിന്റ് ആർക്കുള്ളതാ? നോഡൽ പോയിന്റ് നോൺ ഓസിലേറ്ററി. നോ ആലോചിച്ച് നോക്കിയാൽ മതി. നോഡൽ പോയിന്റ് നോൺ ഓസിലേറ്ററി. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോ നമ്മള് ആൻസർ പഠിക്കുന്നതിനോടൊപ്പം മറ്റു ഓപ്ഷനും ഏതൊക്കെയാണെന്ന് പഠിക്കുക. ഇപ്പൊ ഡാംപ്ഡ് ഓസിലേറ്ററി മോഷൻ ഫോക്കൽ പോയിന്റിന്റെ സിംഗുലർ പോയിന്റ് ആണ്. ഓക്കെ, അതുപോലെ ഓസിലേറ്ററി മോഷന്റെ സിംഗുലർ പോയിന്റ് ആണ് വോർട്ടെക്സ് പോയിന്റ്. അതുപോലെ സാഡിൽ പോയിന്റിന്റെ ഏതാ? എപ്പിരിയോഡിക്. എപ്പിരിയോഡിക് മോഷന്റെ സിംഗുലർ പോയിന്റ് ആണ് സാഡിൽ പോയിന്റ്. അതുപോലെ നോഡൽ പോയിന്റ് ആരുടെ സിംഗുലർ പോയിന്റാ? നോൺ ഓസിലേറ്ററി. അപ്പൊ നമ്മളുടെ ആൻസർ ഫോക്കൽ പോയിന്റ് ആണ് കേട്ടോ. ഓക്കെ, അത് ശ്രദ്ധിക്കുക. അടുത്ത പോയിന്റ്, ദ ട്രജക്ടറി ഫോളോഡ് ബൈ എ ഡാംപ്ഡ് ഓസിലേറ്ററി മോഷൻ. ഇനി ഈ 4 മോഷനും ഓരോ ട്രജക്ടറി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡാംപ്ഡ് ഓസിലേറ്ററി മോഷൻ ഫോളോ ചെയ്യുന്ന ട്രജക്ടറി ഏതാ? ട്രജക്ടറി ഫോളോഡ് ബൈ എ ഡാംപ്ഡ് ഓസിലേറ്ററി മോഷൻ. ഒന്ന് ഓർത്ത് നോക്കിയേ. ഫിഗറൊക്കെ വരച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ട്രജക്ടറി ഫോളോഡ് ബൈ എ ഡാംപ്ഡ് ഓസിലേറ്ററി മോഷൻ. ഓപ്ഷൻ ഡി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി. സ്പൈറൽ ആണ് ഡാംപ്ഡ് ഓസിലേറ്ററി മോഷന്റെ ട്രജക്ടറി എന്ന് പറയുന്നത്. ഓക്കെ, സ്പൈറൽ ആണ്. അല്ല, എ അല്ല കേട്ടോ. എ ഞാൻ പറഞ്ഞുതരാം. സ്പൈറൽ ആണ് നമ്മളുടെ ഡാംപ്ഡ് ഓസിലേറ്ററി മോഷന്റെ ട്രജക്ടറി എന്ന് പറയുന്നത്. എലിപ്സ് ആരുടെ ട്രജക്ടറി ആണെന്നറിയോ? ഓസിലേറ്ററി മോഷന്റെ ആണ്. ഓസിലേറ്ററി മോഷന്റെ ആണ് എലിപ്സ്. എലിപ്സ് ഓസിലേറ്ററി മോഷന്റെ ട്രജക്ടറി ആണ്. അതുപോലെ തന്നെ ഹൈപ്പർബോള അപ്പീരിയോഡിക് മോഷന്റെ ട്രജക്ടറി ആണ് ഹൈപ്പർബോള. ഓക്കെ, സിഗ്സാഗ് വെറുതെ കൊടുത്തതാണ്. നോൺ ഓസിലേറ്ററി മോഷന്റെ ട്രജക്ടറി ഇങ്ങനെ ഒരു ഷേപ്പിലാണ്. ഓക്കെ, ഇങ്ങനെ ഒരു ഷേപ്പിലാണ്. ഒരു ഓൾമോസ്റ്റ് സ്മൂത്ത് സിഗ്സാഗ് എന്നൊക്കെ നമുക്ക് പറയാം. സ്മൂത്ത് സിഗ്സാഗ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നോൺ ഓസിലേറ്ററി ആണെന്ന് പറയാം. ഓക്കെ, നോൺ ഓസിലേറ്ററി. ഓക്കെ, നോൺ ഓസിലേറ്ററി ആണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യൻ ഡാംപ്ഡ് ഓസിലേറ്ററി മോഷന്റെ ട്രാജക്ടറി എന്താണെന്നായിരുന്നു. അപ്പൊ അതിന്റെ ട്രാജക്ടറി ആണ് സ്പൈറൽ. അതിന്റെ സിംഗുലർ പോയിന്റ് ആണ് തൊട്ട് മുമ്പത്തെ ചോദ്യം. ഫോക്കൽ പോയിന്റ് ആണ് അതിന്റെ സിംഗുലർ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോ ഇത് ഈ ഭാഗത്ത് നിന്ന് ഒരു ഏകദേശം 10-16ഓളം ക്വസ്റ്റ്യൻസ് വരാന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അപ്രോച്ച് എങ്ങനെയാണ്, അതിന്റെ സ്റ്റെബിലിറ്റി എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്നും കൂടെ പോയി നോക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് സ്റ്റെബിലിറ്റി ഒട്ടും ഇല്ലാത്തത് അപ്പീരിയോഡിക് മോഷന് മാത്രമാണ്. ബാക്കി എല്ലാ മോഷനും എന്താണ്? സ്റ്റെബിലിറ്റി ഉള്ള മോഷനാണ് കേട്ടോ. അപ്പോ ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ മിസ്. ഓക്കെ, അടുത്ത പ്രോബ്ലം. ഫൈൻഡ് ദ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു നോൺ ഹോളോനോമിക് കൺസ്ട്രെയിന്റ്.
ഇതൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ മുഴുവനായിട്ട് കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കാം. ഓക്കെ, ഫൈൻഡ് ദ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു നോൺ ഹോളോണോമിക് കൺസ്ട്രെയിന്റ്. നമ്മൾ നോൺ ഹോളോണോമിക് കൺസ്ട്രെയിന്റ് പഠിച്ചിട്ടുണ്ട്. അതിനെ കുറിച്ച് റിലേറ്റ് ചെയ്തിട്ടുള്ള 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. 1, 2, 3 കറക്റ്റ്, 1, 3, 4 കറക്റ്റ്, 1, 4 കറക്റ്റ്, ഓൾ കറക്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻസിന്റെ പ്രോപ്പർട്ടീസ് അറിഞ്ഞിരുന്നാൽ മാത്രമാണ് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. പറഞ്ഞോ. ബി. ഓപ്ഷൻ ബി ആണ്. വേറെ എന്തെങ്കിലും ആൻസർ ഉണ്ടാവും? അക്മലിന് വേറെ ഏതെങ്കിലും ആൻസർ ഉണ്ടോ? ഇല്ലേ, ആളില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കാം. The non-holonomic constraints can be expressed as an inequalities. ഇന്നീക്വാലിറ്റീസിന്റെ ഫോമില് എക്സ്പ്രസ് ചെയ്യുന്ന കൺസ്ട്രെയിൻ ആണ് നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് ശരിയാണ്. നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻസ് ഇന്നീക്വാലിറ്റീസിന്റെ ഫോമില് എക്സ്പ്രസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് വൺ, ഇറ്റ് റെഡ്യൂസസ് ദ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഡിഗ്രി ഓഫ് ഫ്രീഡം റെഡ്യൂസ് ചെയ്യുന്ന ആളാണ് നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. പക്ഷെ ആ ക്വസ്റ്റ്യൻ, ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം ഡിഗ്രി ഓഫ് ഫ്രീഡം ഒരിക്കലും ആര് ഡിക്രീസ് ചെയ്യില്ല? നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻ. യെസ്, നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻ ഒരിക്കലും ഡിഗ്രി ഓഫ് ഫ്രീഡം റെഡ്യൂസ് ചെയ്യില്ല. ഇറ്റ് ഡസ് നോട്ട് റെഡ്യൂസസ് ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ, മൂന്നാമത്തത്, ഇറ്റ് ഈസ് വെലോസിറ്റി ഇൻഡിപെൻഡന്റ്. അത് വെലോസിറ്റി ഇൻഡിപെൻഡന്റ് ആണെന്നാണ് പറയണത്. പക്ഷെ വെലോസിറ്റി ഡിപ്പെൻഡന്റ് ആയ ആളാണ് ആര്? നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻ. അന്ന് ഞാൻ ക്ലാസ് എടുക്കുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹോളോണോമിക് കൺസ്ട്രെയിൻസ് വെലോസിറ്റി ഇൻഡിപെൻഡന്റ് ആണ്. നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻസ് ആണ് വെലോസിറ്റി ഡിപ്പെൻഡന്റ് ആയ ആൾ. ഓക്കെ, അതൊരിക്കലും മാറിപ്പോരുത്. കാരണം നമ്മൾ എപ്പോഴും നോൺ എന്ന് വിചാരിക്കുമ്പോൾ എപ്പോഴും നോട്ട് എന്നുള്ള ഒരു കണ്ടീഷൻ അവിടെ വരുന്നതാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. പക്ഷെ അങ്ങനെയല്ല, വെലോസിറ്റിയുടെ കേസിൽ തിരിച്ചാണ് വരുന്നത്. അപ്പൊ വെലോസിറ്റി ഇൻഡിപെൻഡന്റ് ആയ ആള് ഹോളോണോമിക് കൺസ്ട്രെയിനും ഡിപ്പെൻഡന്റ് ആയ ആള് നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻ ആണ്. അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇറ്റ് ഈസ് നോട്ട് ഇന്റഗ്രബിൾ. അത് ഇന്റഗ്രബിൾ അല്ല. ഓക്കെ, ആ ഓപ്ഷൻ ശരിയാണ്. അപ്പൊ നമുക്ക് ഇവിടെയുള്ള കറക്റ്റ് ആൻസർ ഏതാ? ഓപ്ഷൻ സി ആണ് നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് ആ കൺസെപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഈ തരത്തിലുള്ള പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുക. ഇല്ലെങ്കിൽ നമുക്ക് MCQ മാത്രം ചെയ്യുമ്പോൾ നമുക്ക് ഒരു പോയിന്റിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഒരു പോയിന്റ്, ആ ഒരു പോയിന്റ് മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻസിനെ കുറിച്ച് ഒരു 4 പോയിന്റ്സ് നമുക്ക് അറിയുമെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻസ്, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ ചെറിയ അശ്രദ്ധ മതി. അപ്പൊ ശ്രദ്ധിക്കുക കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തൊരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വർക്ക് ഡൺ ബൈ ദ കൺസ്ട്രെയിന്റ് ഫോഴ്സ് ഈസ് 0. കൺസ്ട്രെയിന്റ് ഫോഴ്സിന്റെ വർക്ക് ഡൺ 0 ആണെന്നാണ് അസേർഷൻ പറയുന്നത്. റീസൺ, കൺസ്ട്രെയിന്റ് ഫോഴ്സസ് ആർ പാരലൽ ടു ദ സർഫസ് ഓഫ് കൺസ്ട്രെയിന്റ്. അപ്പൊ നമ്മൾ അസേർഷൻ റീസൺ ടൈപ്പ് ചെയ്യുമ്പോൾ 4 ഓപ്ഷൻ തന്നിട്ടുണ്ടാവും. ഒന്ന് അസേർഷൻ കറക്റ്റ് ആണ്, റീസൺ തെറ്റാണ്, അസേർഷൻ റോങ്, റീസൺ കറക്റ്റ്. പിന്നീട് അസേർഷന്റെ എക്സ്പ്ലനേഷൻ ആണ് റീസണും, അല്ലെങ്കിൽ അസേർഷനും റീസണും ശരിയാണ്, പക്ഷെ റീസൺ എന്ന് പറയുന്നത് അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയിരിക്കില്ല. അപ്പൊ ആ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് നമ്മൾ വായിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? ഇത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ. അപ്പൊ ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വർക്ക് ഡൺ ബൈ ദ കൺസ്ട്രെയിന്റ് ഫോഴ്സ് ഈസ് 0. കൺസ്ട്രെയിന്റ് ഫോഴ്സിന്റെ വർക്ക് ഡൺ 0 ആണോ? അതെ, വർക്ക് ഡൺ ബൈ ദ കൺസ്ട്രെയിന്റ് ഫോഴ്സ് ഈസ് 0. അത് ശരിയാണ്, അസേർഷൻ ശരിയാണ്. റീസൺ, ദ കൺസ്ട്രെയിന്റ് ഫോഴ്സസ് ആർ പാരലൽ ടു ദ സർഫസ് ഓഫ് കൺസ്ട്രെയിന്റ്. അപ്പൊ നമ്മളുടെ
റീസൺ ശരിയാണോ തെറ്റാണോ? പെർപെൻഡിക്കുലർ ആണ്. യെസ്, നമ്മൾ റീസൺ തെറ്റാണ്. കൺസ്ട്രെയിന്റ് ഫോഴ്സസ് ആർ പെർപെൻഡിക്കുലർ ടു ദി സർഫസ് ഓഫ് കൺസ്ട്രെയിന്റ്. കൺസ്ട്രെയിന്റിന് പെർപെൻഡിക്കുലർ ആണ് എന്ത് കൺസ്ട്രെയിന്റ് ഫോഴ്സസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് റീസൺ ഇവിടെ തെറ്റാണ്, അസേർഷൻ ശരിയാണ്. അപ്പൊ നമ്മൾ ഓപ്ഷൻ ഏതാ വരിക? എ വരും. ഓപ്ഷൻ എ, അസേർഷൻ ഈസ് കറക്റ്റ്, റീസൺ ഈസ് റോങ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് കൺസെപ്റ്റ് നന്നായി അറിഞ്ഞിരിക്കണം. കാരണം ഈ മേൽ പറഞ്ഞ കാരണത്തിന്റെ അസേർഷന്റെ അതേ റീസൺ തന്നെയാണോ ഇത് എന്ന് നമ്മൾ ഉറപ്പിക്കണമെങ്കിൽ നമുക്ക് കൺസെപ്റ്റ് നന്നായി അറിഞ്ഞെങ്കിൽ മാത്രമേ ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ അസേർഷൻ റീസണും ശരിയായിരിക്കും, പക്ഷെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയിരിക്കണം എന്നില്ല. ഓക്കെ, അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ത് ചെയ്യുക കൂടുതൽ സാധ്യത. മറ്റേ പോയിന്റ് വൈസ് ക്വസ്റ്റ്യൻസിനേക്കാളും കൺസെപ്റ്റ് വൈസിലുള്ള ക്വസ്റ്റ്യൻസിനായിരിക്കും കൂടുതൽ സാധ്യത കേട്ടോ. അടുത്തത്, ഫൈൻഡ് ദ കൺസേർവ്ഡ് ക്വാണ്ടിറ്റി ഇൻ എൽ. എൽ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ലഗ്രാഞ്ചിയൻ ആണ്. ഈ ലഗ്രാഞ്ചിയൻ എൽ ഈക്വൽ ടു ഹാഫ് എം ആർ ഡോട്ട് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ മൈനസ് വി ആർ വി എഫ് ആർ. ഏതാണ് ആൻസർ? ബി. ബി ആണ് ആൻസർ. ഓക്കെ, ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? അത് ആർ ഡോട്ടും ഉണ്ട്. തീറ്റ ഡോട്ട് മാത്രമേ ഉള്ളൂ, തീറ്റ ഇല്ല. ഓക്കെ, വെരി ഗുഡ്. നമുക്കൊരു ലഗ്രാഞ്ച് തന്നിട്ടുണ്ട്. ആ ലഗ്രാഞ്ചിന്റെ കൺസേർവ്ഡ് ക്വാണ്ടിറ്റി ചോദിച്ചാലും, നമുക്ക് കോൺസ്റ്റന്റ് ഓഫ് മോഷൻ ചോദിച്ചാലും, സൈക്ലിക് കോർഡിനേറ്റ് ചോദിച്ചാലും, ശ്രദ്ധിക്കുക, ഈ 3 ടേം ചോദിച്ചാലും നമുക്ക് കിട്ടേണ്ട ആൻസർ സെയിം ആണ്. ഒന്ന് ചോദ്യത്തിൽ പറഞ്ഞ പോലെ കൺസേർവ്ഡ് ക്വാണ്ടിറ്റി, രണ്ടാമത്തത് കോൺസ്റ്റന്റ് ഓഫ് മോഷൻ. ഈ ഇക്വേഷനിലെ കോൺസ്റ്റന്റ് ഓഫ് മോഷൻ ടേം ഏതാണെന്ന് ചോദിച്ചാലും, അതുപോലെ തന്നെ മൂന്നാമത്തെ ഏതായിരുന്നു? സൈക്ലിക് കോർഡിനേറ്റ്. സൈക്ലിക് കോർഡിനേറ്റ് സൈക്ലിക് കോർഡിനേറ്റ് ചോദിച്ചാലും ഇതേ ആൻസർ ആണ് വരിക. ഇവിടെ ആറിന് കറസ്പോണ്ടിങ് ആയിട്ട് ആർ ഡോട്ട് ഉണ്ട്, പക്ഷെ തീറ്റ ഡോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഇല്ല. ആരില്ല? തീറ്റ ഇല്ല. അപ്പോ തീറ്റയാണ് ഇവിടത്തെ സൈക്ലിക് കോർഡിനേറ്റ്, ഇല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഓഫ് മോഷൻ, ഇല്ലെങ്കിൽ കൺസേർവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ അടുത്ത പ്രോബ്ലം, Hamiltonian equation of motion is a dash order differential equation. Hamiltonian equation of motion ഏത് ടൈപ്പ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആ? പറഞ്ഞോളൂ. ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ തേർഡ് ആണോ? യെസ്, ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ഹാമിൽട്ടോണിയൻ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. Q dot is equal to dou H divided by dou P and P dot is equal to minus dou H divided. ഓക്കെ, ഇതാണ് നമ്മളുടെ ഹാമിൽട്ടോണിയൻ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. സോ അതൊരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഓഫ് മോഷൻ ഏത് ടൈപ്പ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരുന്നു? സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, the kinetic energy of a simple pendulum is given by. Kinetic energy of a simple pendulum is given by. എന്താ ആൻസർ വരാ? ഓപ്ഷൻ പറഞ്ഞോളൂ. A, B, C, D. Kinetic energy of a simple pendulum is given by ബി. B ആണ്. നമ്മുടെ ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്താണ് സിമ്പിൾ പെൻഡുലത്തിന്റെ? L equal to
L Like- equal to half ml square theta dot square half ml square theta dot square plus mgl cos theta. theta dot square plus mgl cos theta. mgl cos theta. ഇതിന്റെ ഫസ്റ്റ് ടേം ആണ് എന്ത്? കൈനറ്റിക് എനർജി ടേം. സെക്കൻഡ് ടേം ആണ് എന്ത്? നമ്മളുടെ പൊട്ടൻഷ്യൽ എനർജി ടേം. ഓക്കെ, സോ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. കൈനറ്റിക് എനർജി ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് ഗിവൺ ബൈ. അപ്പൊ കൈനറ്റിക് എനർജി ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ടി ഈസ് ഈക്വൽ ടു ഹാഫ് ml സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ ആണ് ആൻസർ. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങൾ ആദ്യം ആൻസർ എഴുതുക, എന്നിട്ട് ഓപ്ഷനിലേക്ക് പോവുക കേട്ടോ. ഓപ്ഷൻ എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതിലാണ് സ്ക്വയർ ഏതിലാണ് എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടില്ല. സോ ആദ്യം നിങ്ങളുടെ കയ്യിൽ ആൻസർ ഉണ്ടായിരിക്കണം, അതിനുശേഷം നിങ്ങൾ ആ ഓപ്ഷനിലേക്ക് മാച്ച് ചെയ്ത് കൊണ്ടുപോവുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആൻസർ തെറ്റില്ല, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? Yes, please. അപ്പോൾ ഇതുപോലെ നമുക്ക് കൈനറ്റിക് എനർജി ഓഫ് എ കോമ്പൗണ്ട് പെൻഡുലം ചോദിക്കാം. കൈനറ്റിക് എനർജി ഓഫ് വേറെ ഏതെങ്കിലും സിസ്റ്റം നമുക്ക് ഇതേപോലെ ചോദിക്കാം. ഓക്കെ, LC ഉണ്ട്. അതുപോലെ നമുക്ക് ഒരുപാട് ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം എന്താണ്? കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി എന്നുള്ള രീതിയിൽ നമുക്ക് മാറ്റി മാറ്റി ക്വസ്റ്റ്യൻസ് ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് ഇതേപോലെ സിമിലർ ടൈപ്പിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു ടെസ്റ്റ്? എത്ര മാർക്ക് കിട്ടി ഓവറോൾ? എല്ലാം ശരിയായിട്ടുണ്ടോ? ഇല്ല 3 തെറ്റി, പിന്നെ 2 നോക്കിയത്. ഓ, അപ്പോ ഒരു 5 ഒഴിച്ച് ബാക്കി 15 കിട്ടിയാ? കിട്ടി. ഓക്കെ, കുഴപ്പമില്ല. നമ്മളിത് എല്ലാ ഭാഗവും കവർ ചെയ്തിട്ടില്ല. ഇത് നമ്മളുടെ ഫസ്റ്റ് ടെസ്റ്റ് ആണ്. ഇനിയും നമുക്ക് ഇതേ മൊഡ്യൂളിന് ടെസ്റ്റുകൾ വരും. ഇതൊരു ആവറേജ് ലെവലിലുള്ള ഒരു നന്നായി അറിയുന്ന ഒരാൾക്ക് ഒരു ആവറേജ് ലെവലിലുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇനിയും ഹയർ ലെവലില് ക്വസ്റ്റ്യൻസ് വരാനുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ. അടുത്തത് നമുക്ക് പറ്റുകയാണെങ്കിൽ ഗൂഗിൾ ഫോമിൽ ചെയ്യാം. ഗൂഗിൾ ഫോം ഗൂഗിൾ ഫോമിൽ ചെയ്യാം. നിങ്ങൾക്ക് അപ്പൊ ആൻസർ അറിയുന്ന രീതിയിൽ, അപ്പൊ തന്നെ മാർക്ക് എങ്ങനെയാണെന്ന് അറിയുന്ന രീതിയിൽ നമുക്ക് ഗൂഗിൾ ഫോം ചെയ്യാം. ഇത് ഗൂഗിൾ ഫോം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇത് ടൈപ്പ് ചെയ്ത് പോയി, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായി പഠിക്കുക, ക്ലിയർ ആയി പഠിക്കുക, കൺഫ്യൂഷൻ ഒന്നും ഇല്ലാണ്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ മിസ്. ഓൾ ദി ബെസ്റ്റ്. ക്ലാസിക്കൽ മെക്കാനിക്സിന് മാത്രം അപ്പൊ എത്ര മാർക്കിന് ചോദിക്കും? 20 ക്വസ്റ്റ്യൻ ക്ലാസിക്കലിന് ഉണ്ടാവോ?